മുന്തിരിയുടെ ക്രാഫ്റ്റിംഗ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. അത് തന്നെ 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടും. 15 ദിവസം കൊണ്ട് ഇതിന്റെ നാമ്പ് വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അധികമായിട്ട് ഒരു സാധനവും വേണ്ട. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. നിങ്ങൾക്കൊരു 4 ഗ്ലാസ് വേണം. ഇത് കണക്ക് തന്നെ ഡിസ്പോസലിന്റെ 4 ഗ്ലാസ് വേണം. അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിപ്പം കയ്യിലെടുത്ത ആ മുന്തിരി, 4 മുന്തിരിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ 4 മുന്തിരി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണക്ക് ഈ കത്താർ വാഴ എന്ന് നമ്മൾ പറയും. ഈ കത്താർ വാഴ ഇത് കണക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണിച്ച് അതിനകത്ത് ഇടുക. നിങ്ങൾക്ക് കത്താർ വാഴ എടുക്കുമ്പോഴത്തേക്ക് ഒരു നാമ്പ് പോലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിൽ മതി ഇതിനകത്ത്. ഇപ്പൊ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ നാമ്പ് വരും. നമ്മൾ എത്ര എണ്ണം വെക്കുന്നു, ഒരു ഗ്ലാസ്സിൽ 2 മുന്തിരിയിൽ കൂടുതൽ വെച്ചാൽ അത് പ്രോബ്ലം ആവും. അപ്പൊ ഇത് കണക്കുള്ള മുന്തിരി ഈ ആരോയിൽ നമ്മൾ ഓരോ എണ്ണമായിട്ട് ഇത് കോർക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മുന്തിരിയിൽ ഈ ആരോ കുത്തിക്കയറ്റുമ്പോഴത്തേക്ക് നടുവിൽ വെച്ച് മുന്തിരിയുടെ നടുവിന് കുത്തിക്കയറ്റുക. അല്ലാതെ ആ നെറ്റ് വരുന്ന സ്ഥലമോ അതിന്റെ ഇങ്ങനെ ഇരിക്കുന്ന നീളത്തിലുള്ള അടിയിലോ താഴെ നിങ്ങൾ കുത്തരുത്. അങ്ങനെ കുത്തിയാൽ ഈ മുന്തിരി ഡാമേജ് ആയി പോകും. അപ്പം ഇത് കണക്ക് നിങ്ങൾ വെക്കുക. ഇതിന്റെ മേൽവശം ഏതാ വെക്കുന്ന അല്ലെങ്കിൽ അടിവശം ഏതാണെന്ന് നിങ്ങൾ കണ്ട് അത് കണക്ക് നിങ്ങൾ ഇത് വെള്ളത്തിൽ വെക്കുക. നോക്ക്, മേൽവശം നിങ്ങൾ നോക്കിയ ഈ ഒരു ഭാഗമാണ്. അതായത് നെറ്റ് വരുന്നത് നമ്മൾ താഴെ വെക്കണം. അതിന്റെ മേലിലുള്ള വശം മേലിലായിരിക്കണം. അപ്പം ഇതിങ്ങനെ ഒരു പരുവത്തിനാക്കി അവിടെ വെക്കുക. നിങ്ങളിത് വെള്ളത്തിൽ കുറഞ്ഞത് ഒരു 1/4 ഭാഗമെങ്കിലും മുന്തിരി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അങ്ങനെ മുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളത് വെള്ളം നിറയ്ക്കണം. നോക്കിയേ, ഒരു മുന്തിരിയുടെ 1/4 ഭാഗം വെള്ളത്തിൽ മുങ്ങി തന്നെ കിടക്കുന്നത്. ഇങ്ങനെ വേണം. അലോയ് വീര അതിനകത്ത് കിടപ്പുണ്ട്, കത്താർ വാഴ അതിനകത്ത് കിടപ്പുണ്ട്. ഇതിന്റെ മേളിൽ നമ്മൾ ഗ്ലാസ് വെക്കും. നിങ്ങൾ നോക്കിക്കോണം, ഞാനിപ്പോ ഗ്ലാസ് വെക്കാൻ പോവുകയാണ്. ഇത് കണക്ക് നമുക്ക് 4, അതാ ഞാൻ പറഞ്ഞത് 4 ഗ്ലാസ് വേണമെന്ന്. ഒരു ഗ്ലാസിന്റെ പുറത്ത് ഒരു ഗ്ലാസ്, അങ്ങനെ നമുക്ക് 4 ഗ്ലാസ് വെക്കണം. ഇതൊരു 15 ദിവസത്തേക്ക് നമ്മൾ വലുതായിട്ട് സൂര്യപ്രകാശം കൊള്ളുകയില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെക്കുക. 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് എടുത്തു നോക്കുക. ഞാനിത് 11ാമത്തെ ദിവസം തൊട്ട് ഞാനിത് നോക്കുന്നുണ്ട്. ചെറിയ നാമ്പ് വന്നെന്ന് എനിക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് കിളുക്കുമെന്ന്. ഞാൻ പിന്നെ 15 ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇത് ചെടിച്ചട്ടിയിലേക്ക്. ആ ഒരു സമയത്താണ് നിങ്ങളെ ഇത് കാണിക്കുന്നത്. നോക്കിയേ, ആ ഒരു ഇത് മുന്തിരിയുടെ അതിന്റെ കിളിപ്പ്, അതിന്റെ ആ തളിരായ ഇലകളാ വന്നിരിക്കുന്ന, വളരെ കരുത്തോടു കൂടിയ ഇലകളാ. അത് കണക്ക് തന്നെ ശരിക്കും നല്ല കണക്ക് ആ മുന്തിരിയെക്കാട്ടി കൂടുതൽ അതിന് വേര് വന്നിട്ടുണ്ട്. അതും 15 ദിവസം കൊണ്ടാണ് ഈ വേരും ഇതൊക്കെ വന്നിരിക്കുന്നത്. നോക്കിയേ, ആ കിളിപ്പ് നോക്കിയേ, അതിന്റെ വന്നിരിക്കുന്ന എന്ത് അത് മൃദുലവും, അല്ലെങ്കിൽ അത് കണക്ക് തന്നെ തഴച്ച് നല്ല ഒരു പോഷക രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വെള്ളത്തിൽ അലോവേര ഇടുക എന്ന് പറഞ്ഞാൽ വളരെ പോഷകവുമാണ്. ഏത് പ്ലാന്റ് നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ വളരെ സക്സസ് ആകും. നിങ്ങൾ മുന്തിരിയല്ല, നമുക്ക് മാങ്ങ ഇത് കണക്ക് ചെയ്യാം. അത് കണക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് കണക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ആ മുന്തിരിയുടെ നോക്കിയ നിങ്ങൾ മുന്തിരിയുടെ മേളിൽ വന്നിരിക്കുന്ന കിളിപ്പ് എന്ത് നല്ല കിളിപ്പാണ്, എന്ത് നല്ല കിളിപ്പാണ് വന്നിരിക്കുന്നത്. വളരെ വളരെ നല്ല കിളിപ്പാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോ ഇതിനി ഈ ചട്ടിയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ ചട്ടിയിലിടുന്ന മണ്ണ് വെള്ളമണ്ണായിക്കോട്ടെ, ചുമപ്പ് മണ്ണായിക്കോട്ടെ, കറുപ്പ് മണ്ണായിക്കോട്ടെ, അത് പ്രശ്നമില്ല. എങ്കിലും അതിനകത്തുള്ള ചില കഷ്ണങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ കട്ട അല്ലെങ്കിൽ കല്ലൊക്കെ മാറ്റണം. എന്നിട്ട് വിരല് കൊണ്ട് ഇത് കണക്ക് ഒരു തുള പോലെ ഇട്ടിട്ട് അവിടോട്ട് ആ കിളിപ്പ് വന്നിടം മേളിലാക്കി വെക്കണം. നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത് വേര് പൊട്ടാൻ ഇടയാക്കല്ലേ. അത് കണക്ക് തന്നെ ആരോ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് അതിന് കുഴപ്പമൊന്നും പറ്റല്ലേ, ഡാമേജ് പറ്റല്ലേ. അത് കണക്ക് തന്നെ കിളിപ്പ് മേളിലായിട്ട് നിൽക്കണം. നല്ല കണക്ക് കിളിപ്പുണ്ട്. എന്നിട്ട് ഇത് വെക്കുന്നത് ഡയറക്റ്റ് സൺപ്രകാശം, അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏക്കുന്നിടത്ത് ഇത് വെക്കല്ലേ. കാര്യം ഇതിന്റെ ഈ ഇലക്ക് അതിന്റെ ആ ചൂട് കൂടുമ്പോഴത്തേക്ക്, വളരെ ചൂട് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ആഘാതം ഇതിനുണ്ടാവും. ഇതിന്റെ നാമ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ
കുറച്ച് ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തെ മുന്തിരി നിങ്ങൾക്ക് അതും നല്ല ടേസ്റ്റോട് കൂടിയ മുന്തിരി ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. അത് കണക്ക് തന്നെ മിച്ചം വന്ന വെള്ളം, നിങ്ങൾ ഗ്ലാസ്സിൽ മിച്ചം വന്ന വെള്ളം കളയല്ലേ, എന്നാൽ അത് കളഞ്ഞിട്ട് വേറെ പച്ചവെള്ളം ഇതിനകത്ത് ഒഴിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നല്ല വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ആ വെള്ളം തന്നെ, ഗ്ലാസ്സിൽ ഇരുന്ന വെള്ളം 2 ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അതുകൂടാതെ നല്ല വെള്ളവും ഇതിനകത്ത് ഒഴിക്കണം.